മത്തായിയുടെ സുവിശേഷം 5:7 കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവിടേക്ക് കരുണ ലഭിക്കും. കരുണയുള്ള എല്ലാവരും, ഇനി ഭക്തിയുള്ള എല്ലാവരും സഹോദര സ്നേഹത്തിലൂടെയും ഉപവിയിലൂടെയും കാരുണ്യത്തിൻ്റെ സുവിശേഷമായി മാറി ദൈവകരുണയ്ക്ക് പാത്രമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, കനിവ് തോന്നണമേ, പാപിയാണെങ്കിലും അറിവ് തോന്നണമേ. കരുണയുള്ള ദൈവമേ, കനിവ് തോന്നണമേ, പാപിയാണെങ്കിലും അറിവ് തോന്നണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ വളരെ ഒരു സീരിയസ് ടൈമിലേക്ക് പോവുകയാണ്. ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും വീശിയടിക്കുന്ന ആരാധന പ്രാർത്ഥനയുടെ അഭിഷേക സമയമാണ്. ആദ്യം ശാരീരികമായ രോഗങ്ങളെ സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ ഓരോ രോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ ശക്തി അടിപ്പണ പോലെ വൈദാഖതം പോലെ ആ മേഖലയിൽ പ്രവർത്തിക്കും. കർത്താവ് മനസ്സലിയും. ഈ പ്രാർത്ഥനയുടെ ശക്തിയിൽ ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളിലേക്ക് വരും. അപ്പോഴൊക്കെ പറ്റുമെങ്കിൽ കൈ മാറ്റി ആ രോഗസ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കണം. മനസ്സിൽ ഈശോ എൻ്റെ ഈശോ എന്ന് വിളിച്ചുകൊണ്ട്, എൻ്റെ ഈശോ എൻ്റെ സൗഖ്യമേ എന്ന് വിളിച്ചുകൊണ്ട് മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ അമ്മേ, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ ഈശോയെ, എൻ്റെ സൗഖ്യമേ, അടിപ്പണ പോലെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞു. അറിയാവുന്നൊരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലണം, അറിയാവുന്നൊരു വിശ്വാസ പ്രമാണം ചെല്ലണം, അറിയാവുന്നൊരു സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോഴേ കർത്താവിൻ്റെ ശക്തി നിന്നിലേക്ക് ആവശ്യിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രോഗത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴേ എൻ്റെ മക്കൾ സന്തോഷത്തോടെ ഇപ്പോഴേ കർത്താവിനെ സുഖപ്പെടുത്തും. ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് മാറുമെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ കരുണയുടെ പ്രവാചകയായി മാറും, ഞാൻ കരുണയുടെ പ്രവാചകനായി മാറുമെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ എൻ്റെ ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവികൊണ്ട് ഞാൻ ക്രമീകരിക്കുന്ന കരുണയുടെ സുവിശേഷമായി ഞാൻ മാറുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നെ മാറ്റണമേ എന്ന് യാചിച്ചുകൊണ്ട് നീ രോഗസാധ്യ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ നന്ദി, യേശുവേ മഹത്വം, മഹത്വം, ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. കൈകൾ രോഗികൾ അതാത് സ്ഥലങ്ങളിലേക്ക് കൈകൾ മാറ്റി വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണമോ സ്വർഗസ്ഥനായ പിതാവോ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഇതൊന്നും അറിയാൻ പാടില്ലാത്തവർ യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി, യേശുവേ എൻ്റെ സൗഖ്യമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്വസ്ത്രം, ഹല്ലേലൂയ, യേശുവേ സ്വസ്ത്രം, ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കാനുള്ള അരൂപിയെ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, കർത്താവേ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. കർത്താവേ പരിശുദ്ധമേ ദേവമാതാവേ, ഈ മനസ്സലിവിന് വേണ്ടി ഈ നിമിഷം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് പ്രാർത്ഥിക്കാൻ. കർത്താവായ ദൈവമേ, ലോകമെമ്പാടും ഇപ്പോഴ് ശരീരത്തിന്റെ രോഗാവസ്ഥകളിലെ തൊട്ട് പ്രാർത്ഥിക്കണമേ. കർത്താവേ,
അങ്ങയുടെ അങ്ങയുടെ തിരുമുറിവാർന്ന തിരുമുറിവാർന്ന ആണിപ്പഴുതാർന്ന ആണിപ്പഴുതാർന്ന അത്ഭുതകരം ഇപ്പോൾ സ്പർശിക്കണമേ. അസ്ഥി രോഗിയുടെ മേൽ കർത്താവേ അങ്ങയുടെ വലതുകരം സ്പർശിക്കണമേ. അസ്ഥികളില് വളർച്ചയുള്ളവര്, തേയ്മാനമുള്ളവര് യേശുവേ ഇപ്പോൾ സ്പർശിക്കണമേ. ഞരമ്പുകളില് സിസ്റ്റുള്ളവര്, ഞരമ്പ് ചുരുങ്ങിപ്പോയവര്, വാൽവ് കേടായി വന്നവര്, തോട്ടമില്ലാത്തവര്, മരയിപ്പുള്ളവര്, വാതരോഗികള് യേശുവിന്റെ നാമത്തിലെ ഈ നിമിഷം സൗഖ്യമാകട്ടെ. പ്രിയമുള്ളവരെ, ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നത് ഹൃദയവും കരളും അതുപോലെ പാങ്ക്രിയാസും തൈറോയിഡും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ മക്കൾ അതാത് രോഗമുള്ളവർ കൈ മാറ്റി വെച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. പ്രാർത്ഥിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, തൈറോയ്ഡ് രോഗികളെ അങ്ങ് സ്പർശിക്കണമേ. ഈശോ, അങ്ങയുടെ തിരുമുറിവാർന്ന ആണിപ്പഴുതാർന്ന അത്ഭുതകരത്താൽ തൈറോയിഡിനെ കർത്താവേ, ആ വേദന അനുഭവിക്കുന്നവരെ, മുഴയുള്ളവരെ, ടോൺസൈറ്റ് രോഗികളെ കർത്താവേ തൊണ്ടയിൽ സ്പർശിക്കണമേ. കർത്താവേ, ഹൃദയ രോഗികള് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവര് കർത്താവേ ഹൃദയത്തെ സ്പർശിക്കണമേ. അത്ഭുതകരമായി കർത്താവേ അവർ സുഖം പ്രാപിക്കുവാൻ ദൈവത്തിന്റെ കരുണയുടെ മനസ്സരിവ് നൽകണമേ. പാങ്ക്രിയാസ് രോഗികള്, കരൾ രോഗികള് കർത്താവ് സ്പർശിക്കട്ടെ. രോഗികളെ കർത്താവ് സ്പർശിക്കട്ടെ. കരളിന് ലീക്കേജ് ഉള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ. യേശുവിന്റെ നാമത്തിലെ അമ്മയുടെ മധ്യസ്ഥതയിലെ മലാഖമാര്, വിശുദ്ധന്മാര്, പുണ്യവാന്മാര്, രക്തസാക്ഷികളെ മധ്യസ്ഥത്തിലെ യേശു നാമത്തിലെ കരൾ രോഗങ്ങള്, ഹൃദയ രോഗങ്ങള് സൗഖ്യമാകട്ടെ. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. പറയുന്നവരെ, നടുവേലിന് വേദനയുള്ളവര് നടുവിന് കൈവെക്കുക. കിഡ്നി രോഗികൾ നടുവിന് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. തലവേദനയുള്ളവർ ശിരസിന് കൈവെക്കുക. ആ മേഖലയിലെല്ലാം കർത്താവിൻ്റെ വലിയ സൗഖ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, നല്ലവനായ ഉന്നതമായ നാമത്തിൽ സ്വന്തം ചെയ്ത് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണേ കർത്താവേ. കിഡ്നി രോഗികളെ കർത്താവ് സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കിഡ്നിയിൽ കല്ലുള്ളവരെ, ക്രിയാറ്റിൻ കുടിപ്പോടുന്ന രോഗികളെ എല്ലാം അങ്ങ് സ്പർശിക്കണമേ കർത്താവേ. യേശുവിന്റെ ശക്തി മക്കളെ കൊടുക്കട്ടെ. പ്രഷർ രോഗികളെ, ഷുഗർ രോഗികളെ യേശു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. അമ്മേ പരിശുദ്ധമേ ജയമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവേ. അമ്മേ പരിശുദ്ധമേ ജയമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവിന്റെ കരുണ ചെയ്യട്ടെ. പ്രഷർ രോഗികൾ, ഷുഗർ രോഗികളെ, തലവേദന അനുഭവിക്കുന്നവരെ കർത്താവ്, കണ്ണിന് വേദനയുള്ളവരെ, അസ്ഥികളിലെ ദ്വീപുള്ളവരെ, സിസ്റ്റ് രോഗികളെ യേശു നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, ശരീരം ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടുന്ന കുറേ രോഗികൾ, ചിക്കൻ ബോക്സിൻ്റെ ഒക്കെ ചെറിയ കുരുക്കളില്ലേ, വെള്ളം മുറ്റിയ കുരുക്കൾ, അതല്ല, ഇത് ചൊറി പോലെ കിടക്കുന്ന കുരുക്കളാണ്. ശരീരത്തിൽ വന്നിട്ട് ഇടയ്ക്കങ്ങനെ വരും, പിന്നെ അത് ചൊട്ടിപ്പോകും, പിന്നെയും വരും, ഇങ്ങനെ ശരീരം മുഴുവൻ. അങ്ങനെയുള്ള രോഗികളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ആ രോഗികളുടെ മേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ, അത് ത്വക്ക് രോഗികളെ, വിസർപ്പ് രോഗികളെ, അതുപോലെ തന്നെ സോറിയാസിൻ്റെ അസുഖമുള്ളവർ, അങ്ങനെ ചൊറി, ചിരങ്ങ്, അങ്ങനെയുള്ള രോഗികൾ, ചുണങ്ങ് വരെയുള്ള രോഗികൾ, എപ്പോഴും ഇങ്ങനെ അലർജി രോഗികളുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ കർത്താവേ. അങ്ങനെ വിശുദ്ധമായ രക്തം കർത്താവ് ഉള്ളം കാലം ഉച്ചവരെ കർത്താവേ, കർത്താവ് ത്വക്ക് രോഗികളുടെ മേൽ കർത്താവ് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ വിശുദ്ധമായ
രക്തത്താൽ കഴുകണമേ കർത്താവ്. ചൊക്ക് രോഗികളെ ചിരങ്ങ് രോഗികൾ കർത്താവ്, ചുണങ്ങ് രോഗികൾ കർത്താവ്, വിശപ്പ് രോഗികൾ കർത്താവ് സ്പർശിക്കണമേ കർത്താവ്. ചൊരിപോലെ അസുഖങ്ങൾ വരുന്നവരെ കർത്താവ്, വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ ഉണ്ടാകുന്നവർ, അലർജി ഉണ്ടാകുന്ന മെറ്റൽ അലർജികൾ, പലതരത്തിലുള്ള ത്വക്കലർജികൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ച് അടയാളത്തിൽ ചൊക്ക് രോഗങ്ങളെ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവ തിരുനാമത്തിന് സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ. ആദ്യമായി പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ മാപ്പപേക്ഷിക്കുന്നു എൻ്റെ സാക്ഷ്യം താമസിച്ചു പോയതിന്. എൻ്റെ പേര് ജാൻസി ജോണി. ഞാൻ കർണാടകയിൽ മടിക്കേരിയിൽ സമ്പാജ ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 22, 2022 ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് ആരും പറഞ്ഞിട്ടല്ല, ഒരു രാത്രിയിൽ പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വന്ന് അതുപ്രകാരം എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ യൂട്യൂബിലൂടെ ഞാൻ യൂട്യൂബ് ഓൺ ചെയ്തപ്പം അച്ഛൻ്റെ ക്ലാസ്സും പിന്നെ ഒരുപാട് എന്നെപ്പോലെ വേദന അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാരുടെ സാക്ഷ്യവും ഞാൻ കേട്ടു. അങ്ങനെ എനിക്ക് ഇവിടെ വരണം, ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് ആഗ്രഹം വന്നു. ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ല. ഇവിടെ വന്ന് ഒരു യന്ത്രം പോലെ ഞാൻ നടന്നു. എല്ലാ കാര്യങ്ങളിലും എന്നെ പരിശുദ്ധ അമ്മ സഹായിച്ചു. ഞാൻ ഉടമ്പടി എടുത്തു പോയി. അന്നു മുതൽ ഇന്നോളം ഇനി എൻ്റെ ജീവിതാന്ത്യം വരെ ഞാൻ ഉടമ്പടിയിൽ തന്നെ ജീവിക്കുമെന്ന് അമ്മയോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ഈശോയെ മുറുകെ പിടിക്കും. അമ്മയോട് ഞാൻ പറയും, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാടുള്ളതുപോലെ ഞാൻ അങ്ങനെ വിശ്വസിച്ചു. ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നുപോയെങ്കിലും കർത്താവിൻ്റെ കരം മുറുകെ പിടിച്ച് മുമ്പോട്ട് പോയി. ജപ്തി നടപടി വന്നിട്ടുണ്ടായിരുന്നു. ആ ജപ്തി നടപടിയിൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛനോട് പറഞ്ഞു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്കൊരു കാശുരൂപം തന്നിട്ട് തോളെ തട്ടിയിട്ട് പറഞ്ഞു പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. ജപ്തിയിൽ നിന്നും ഞങ്ങളുടെ സ്ഥലം വിറ്റു. എനിക്ക് ജപ്തിയും കടങ്ങളെല്ലാം മാറിക്കിട്ടി. പിന്നെ എനിക്ക് മെയിനായിട്ടുണ്ടായിരുന്ന എൻ്റെ 2 കാലിൻ്റെ മുട്ടിന് വേദനയായിരുന്നു. ആ 2 മുട്ട് ഞാൻ കാലിന് ഉറയിട്ടുണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മുട്ടിൽ തൈലം പുരട്ടുകയും പ്രാർത്ഥിക്കുകയും വിശ്വാസപ്രമാണം ചൊല്ലി തൈലം പുരട്ടുമായിരുന്നു. എപ്പം മുട്ടുവേദന മാറിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അല്ലെങ്കിൽ നടക്കുമ്പോൾ ഇങ്ങനെ മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു. പള്ളിയിൽ എല്ലാവരും മുട്ടുകുത്തും. എന്നേക്കാൾ കൂടുതൽ പ്രായമുള്ളവർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിഷമിക്കുമായിരുന്നു. മാതാവിനോട് ചോദിക്കും, കർത്താവിനോട് ചോദിക്കും, നിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവരെ മറ്റൊരാളുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ട ആവശ്യം വരില്ല എന്ന് നിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ മുട്ടുവേദന എപ്പോൾ മാറിക്കിട്ടിയെന്ന് എനിക്കറിയില്ല. അത്രയും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട്. ജപ്തി നോട്ടീസ് ഒരു ദിവസം വൈകുന്നേരം 5 മണിയായപ്പം വീട്ടിൽ ജപ്തി നോട്ടീസ് വന്ന് അവർ വന്ന് ചുമരിൽ ഒട്ടിച്ചിട്ട് പോയി. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയുടെ ഒരു ഫോട്ടോ കതകിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒട്ടിച്ചിട്ടുണ്ട്. വലിയൊരു രൂപം ഉള്ളിൽ പ്രാർത്ഥിക്കുന്നിടത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ് അതിനു മുമ്പ് എനിക്ക് നോട്ടീസ് അവർ അയച്ചിരുന്നു. പക്ഷേ ഞാൻ കൈപ്പറ്റിയെങ്കിലും എനിക്കത് കെട്ടാനുള്ള വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ, ഇത് എൻ്റെ വീടല്ല, നിൻ്റെ വീടാണ്. ഈ വീട്ടിലൊരു ജപ്തി നോട്ടീസ് ഒട്ടിക്കാനുള്ള അവസരം നീ കൊടുക്കരുതേ മാതാവേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവർ വന്ന് നോട്ടീസ് ഒട്ടിച്ചപ്പോൾ ബാങ്കുകാർ പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് മേലെ നല്ല ഓർഡറാണ്. ഇല്ല, നിങ്ങൾ ഡ്യൂട്ടി നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർ പോയി. അന്ന് രാത്രി ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിച്ചു. അന്ന് ഉറങ്ങാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ രാവിലെ വാതിൽ തുറന്നു നോക്കുമ്പോൾ അവർ ചുമരിൽ ഒട്ടിച്ചിട്ട് പോയ ആ നോട്ടീസ് താഴെ പറഞ്ഞു കിടക്കുന്നതാണ് കണ്ടത്. ഞാനതെടുത്ത് അകത്ത് വെച്ചു. ഞാനല്ലാതെ മറ്റൊരാളും
ആ ജപ്തി നോട്ടീസ് കണ്ടിരുന്നില്ല. എൻ്റെ അയൽവാസികളൊക്കെ കണ്ടെങ്കിൽ അവരെന്നെ കളിയാക്കും, നീ വലിയ ഭക്തിയല്ലേ, പ്രാർത്ഥനക്കാരിയല്ല, പിന്നെന്താ നിൻ്റെ വീട്ടിൽ നോട്ടീസ് ഒട്ടിച്ച് എന്നൊക്കെ അവർ ചോദിച്ച് കളിയാക്കും. പക്ഷേ അതിനൊന്നും എൻ്റെ പരിശുദ്ധ അമ്മ എന്നെ അനുവദിച്ചില്ല, ആരും കണ്ടിട്ടില്ല. 6 മാസം അവർ പറഞ്ഞു 15 ദിവസത്തിനുള്ളിൽ പൈസ കെട്ടിയില്ല എങ്കിൽ, 10 ലക്ഷം രൂപ കെട്ടിയില്ല എങ്കിൽ വീടിന് ഞങ്ങൾ ലോക്ക് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്ന് മുതൽ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അമ്മ മാതാവ് ഇതിനൊരു വഴി എനിക്ക് കാണിച്ചു തരണമേ എന്ന്. എന്നിട്ട് 6 മാസമായിട്ടും ജപ്തി ആരും വന്നില്ല. ഞാൻ സമാധാനത്തോടെ മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ഞാൻ ആ ജപ്തി നോട്ടീസുമായി അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ കാശുരൂപം വെഞ്ചരിച്ച് തന്നു. പിന്നെ എൻ്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞു, പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടുപോയി പറമ്പിൽ സ്ഥാപിച്ചു. എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും വെതറി ഒരാൾ വന്ന്, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് സ്ഥലം കച്ചവടമാക്കി. അയാൾ സെപ്റ്റംബർ 15-ാം തീയതി നമുക്ക് രജിസ്ട്രേഷൻ നടത്താമെന്ന് പറഞ്ഞു. പിന്നെ അയാൾ വന്നിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ മോനോട് പറഞ്ഞു, എന്ത് ചെയ്യും മോനെ? അപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ നമുക്ക് ലോട്ടറി പോലെ നടത്താം, ലോട്ടറി ടിക്കറ്റ് അടിക്കുന്ന പോലെ അങ്ങനെ ചെയ്യാം, ഒരു ടിക്കറ്റിന് 200 രൂപ പ്രകാരം. അങ്ങനെ പഞ്ചായത്തിലും തഹസിൽദാരുടെ അടുത്തൊക്കെ പോയി പെർമിഷൻ മേടിച്ച് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അത് വർക്ക് നടന്നു. ടിക്കറ്റ് വിറ്റു. ഒരു 3 മാസം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം പെട്ടപ്പെടാവുന്ന എല്ലാ കാര്യങ്ങളും നടത്തി. മാതാവും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിച്ച് ലോട്ടറി വിറ്റ് ഞങ്ങളുടെ കടങ്ങളെല്ലാം വീടി. 20 ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് ബാങ്കിലും പിന്നെ കടമായിട്ടും സ്വർണം പണയം വെച്ചിട്ടൊക്കെ ആയിട്ട് കടമുണ്ടായിരുന്നു. അതെല്ലാം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും മാറ്റി തന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ. വേറെ സമയക്കുറവ് മൂലം ഞാൻ അധികം നീട്ടുന്നില്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. എൻ്റെ അന്ത്യം വരെ ഇനി എൻ്റെ മാതാവിനും തിരുക്കുമാരനും വേണ്ടി ഞാൻ ജീവിക്കും. ഞാൻ കർണാടകയിൽ നിന്ന് വന്നു. എൻ്റെ ഒരാഗ്രഹമായിരുന്നു റാലിക്ക് പോകാൻ, എനിക്ക് സാധിച്ചില്ല. 3 വർഷമായി ഞാൻ അടുപ്പിച്ച് റാലിയിൽ സംബന്ധിക്കുന്നവളായിരുന്നു. ഈ പ്രാവശ്യം ഒരു പേഷ്യൻറ്റിന് ഹെൽപ്പിന് നിന്നുകൊണ്ട് എനിക്ക് റാലിയിൽ സംബന്ധിക്കാൻ പറ്റിയില്ല. ഞാൻ അന്ന് തൊട്ട് മാതാവിനോട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം എനിക്കിവിടെ വരണം. അതിനു മുമ്പ് എനിക്ക് എൻ്റെ ഈ അമ്മയുടെ തിരുനടയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയണം, ഈ പ്രത്യക്ഷീകരണത്തിൽ പങ്കുചേരാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഇന്നിവിടെ ലാൻഡ് ചെയ്തു. നാളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ശേഷം മാത്രമേ ഞാൻ കർണാടകയിലേക്ക് തിരിച്ചു പോവുള്ളൂ. ഇത്രയെല്ലാം അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ ദൂരത്തിലൊരു മന്ദബുദ്ധി ഉള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളുണ്ട്. അച്ഛൻ പറയാറുണ്ട് അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഞങ്ങൾ ആ സ്കൂളിൽ ഞാനിവിടെ ഞാൻ ഒരു പ്രാവശ്യം അമ്മയോട് പറഞ്ഞിരുന്നു, എനിക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ സാധിക്കാതെ തടസ്സങ്ങൾ വന്നപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞിരുന്നു, അമ്മ മാതാവേ എന്നെ അമ്മയുടെ നടയിൽ എത്തിച്ചാൽ ഞാനിവിടെ വന്ന് എൻ്റെ ഇടവകയിലുള്ള മക്കളെ ഞാനിവിടെ കൊണ്ടുവന്നോളാം, അതിനമ്മയ്ക്ക് സാക്ഷിയാക്കിക്കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതും പ്രകാരം ഞാനിവിടെ വന്ന് ഒരു രാത്രിയിൽ സ്വപ്നം കണ്ട അമ്മ ഇവിടെ വന്ന് കണ്ട അമ്മേനെയാണ്. എനിക്കിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ അമ്മേനെയാണ് സ്വപ്നത്തിലൂടെ എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ പരിശുദ്ധ അമ്മ തന്നെയാണ് എൻ്റെ വീട്ടിൽ വന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അതുപ്രകാരം ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത ഇടവകയിൽ നിന്നും ഒരുപാട് മക്കളെ എനിക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചു. അവർക്കെല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. ഭവനം പണിയാത്തവർ ഭവനം പണിതു, മക്കളെ കെട്ടിച്ചയച്ചു, പിന്നെ സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ സ്ഥലം വിറ്റു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. അവരുടെ എല്ലാ നാമത്തിലും മാതാവ് അവർക്കെല്ലാം നേടിക്കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ആത്മീയമായി കുർബാന ഞങ്ങളുടെ അവിടെ ഇടവകയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ കുർബാനയുള്ളൂ. അച്ഛൻ 2 ഇടവകയിലും കൂടെ ഒരച്ഛനേ ഉള്ളൂ. അപ്പോൾ ആഴ്ചയിൽ ഒരു കുർബാനയാണ്. പിന്നെ ഇടക്കുർബാന എന്തെങ്കിലും ആ സാഹചര്യത്താൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ കുർബാനയും ഞായറാഴ്ച കുർബാന ഞാൻ മുടക്കാറില്ല. അതുപോലെ പ്രാർത്ഥനയും പിന്നെ സഹായങ്ങളാണെങ്കിലും എന്നാൽ കഴിയുന്ന സഹായം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും. ഞങ്ങൾ ആ ഡ്രസ്സാണെങ്കിലും ഒരു പ്രാവശ്യം ഞാൻ
ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലെ ഒരു കുട്ടിയുടെ കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു, പുതിയ ഡ്രസ്സായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങളത് കളയണ്ട, ഞാനത് കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഞാനത് കഴുകി ഉണങ്ങി ഇസ്തിരി ഇട്ട് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു, ഈ ഓഫീസിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരുന്നു. അതുപോലെ ഞാൻ അവിടെയും ഒരുപാട് പേർക്ക് അങ്ങനെ കൊടുക്കാറുണ്ട്. എൻ്റെ അടുത്തില്ലെങ്കിലും ഞാൻ മറ്റുള്ളവരോട് വാങ്ങിച്ച് അവരോട് പറയും, വെറുതെ കത്തിച്ച് കളയരുതേ, വേസ്റ്റ് ആക്കരുതേ, ഇത് അർഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട്, അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, ആ മക്കളിലൂടെ അമ്മേനെ അറിയാൻ പറ്റും, അതുകൊണ്ട് നിങ്ങളതൊന്നും നശിപ്പിക്കരുതെന്ന് പറയും. അങ്ങനെ പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. മന്ദബുദ്ധി സ്കൂളിൽ ഞാനിവിടെ കൂട്ടിക്കൊണ്ടുവന്ന മക്കളും ഞങ്ങളെല്ലാവരും കൂടി അവിടെ സ്കൂളിൽ പോയി ആ മക്കളെ കാണുകയും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയും അവരോടൊപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയും സന്തോഷമായിട്ട് പിരിയുകയും ചെയ്തു. അങ്ങനെ പിന്നെ ക്യാൻസർ രോഗികളുടെ പേഷ്യൻസിനെയൊക്കെ അന്വേഷിച്ച് അവരുടെ ഭവനത്തിൽ പോവുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ഞങ്ങളാലാകുന്ന പിരിവെടുത്ത് ഞങ്ങൾ അവർക്ക് സഹായിക്കാറുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത നന്മകൾ. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇന്നീ ദിവസം ഇവിടെ സാക്ഷ്യപ്പെടുത്തുവാൻ എന്നെ ഇവിടെ നിർത്തിയതിന് അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് റിയ, ഞാൻ കാനഡയിൽ നിന്ന് വരുന്നു. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാൻ 2022 ഫെബ്രുവരി മാസത്തിലാണ് ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാൻ ഒത്തിരി ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിനുപരി നല്ലൊരു ക്രിസ്തീയ ജീവിതം കൂടി നയിക്കാം എന്നൊരു ആഗ്രഹത്താൽ തന്നെയാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അവിടെ നിന്ന് കാനഡ എന്നൊരു രാജ്യത്തിലോട്ട് പോകാനായിട്ടുള്ള ഭയങ്കര ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ അവിടെ നിന്ന് നിർത്തി വരുന്നത്. ഞാൻ 10 വർഷമായിട്ട് കാനഡയ്ക്ക് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി 4 തവണ IELTS എഴുതുകയും അതിനുള്ള ആവശ്യമായ സ്കോർ ലഭിക്കാതെയും പല സ്ഥലത്ത് ഏജൻസിയിൽ പൈസ കൊടുക്കുകയും പൈസ പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അനുഗ്രഹത്താൽ IELTS പരീക്ഷ എഴുതുകയും സ്റ്റുഡൻറ്റ് വിസയിൽ ഞാൻ കാനഡയിലേക്ക് പോവുകയും ചെയ്തു. അതിനു മുമ്പ് IELTS പരീക്ഷ എഴുതിയ സമയത്ത് എനിക്ക് 2 മൊഡ്യൂളിന് ആവശ്യമായ സ്കോർ ലഭിച്ചിരുന്നില്ല. അങ്ങനെ അത് റിവാലുവേഷന് കൊടുക്കാൻ എൻ്റെ മനസ്സിൽ മാതാവ് പറയുകയും 2 സബ്ജക്റ്റും റിവാലുവേഷന് കൊടുക്കുകയും 2 സബ്ജക്റ്റിന് റിവാലുവേഷന് കൊടുത്ത് ആവശ്യമായ സ്കോർ ഒരിക്കലും IELTSൽ തൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടാവില്ല 2 സബ്ജക്റ്റിന് ഒരുപോലെ സ്കോർ ലഭിക്കുന്നത്. അതിന് ആവശ്യമായ സ്കോർ ലഭിക്കുകയും 1 മാസത്തിൽ തന്നെ വിസ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഡിസംബർ 26 തീയതി 2022 കാനഡയിലേക്ക് പോവുകയും 2 മാസത്തിനുള്ളിൽ ഹസ്ബൻഡും മൂത്ത മകനും കാനഡയിൽ എത്തുകയും ചെയ്തു. അങ്ങനെ 1 വർഷത്തെ സ്റ്റുഡൻറ്റ് വിസയിലാണ് ഞാൻ അവിടെ പോകുകയും ആ സ്റ്റുഡൻറ്റ് വിസ തീരുന്നതിന് മുൻപ് രജിസ്റ്റേർഡ് നഴ്സിൻ്റെ ലൈസൻസ് പരീക്ഷ ആവശ്യമായുണ്ട് കാനഡയിൽ വർക്ക് ചെയ്യാനായിട്ട്. അതില്ലാതെ ടെമ്പററി ലൈസൻസിൽ ഞാൻ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ RN നേഴ്സായിട്ട് ജോലി ചെയ്യുകയും അതിനനുബന്ധിച്ച് ഞാൻ അതിനോട് PR സബ്മിറ്റ് ചെയ്യുകയും പെർമനൻറ്റ് റെസിഡൻസി സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 1 വർഷത്തിനുള്ളിൽ തന്നെ എൻ്റെ വർക്ക് പെർമിറ്റ് തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് PR-ൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം ശരിയാവുകയും PR-ൻ്റെ അപ്രൂവൽ ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മനസ്സിൽ എപ്പോഴും രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ആ ഒരു ആഗ്രഹം ആദ്യമായി തന്നെ വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും അതിന് നടക്കുകയും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം മാത്രം തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എപ്പോഴും അടിവയറ്റിൽ ഇവിടുത്തെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ അമ്മയോട് ഈ ആവശ്യം പറയുകയും അമ്മ ഇവിടെ വന്ന് എനിക്ക് വേണ്ടിയും ഉടമ്പടി എടുത്തു. അങ്ങനെ എടുത്ത് 2ാമത്തെ തവണ, അതായത് ആദ്യത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് വരുന്ന സമയത്താണ് ഞാൻ കാനഡയിൽ അന്ന് ആ സമയം വൈകുന്നേരമാണ്. ഇവിടെ രാവിലെ 3 മണി 4 മണി സമയമായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ UPT ടെസ്റ്റ് പോസിറ്റീവാണ്, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വേറെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയില്ല, ഒന്നും അറിയില്ല, സ്കാനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് 4 തവണ അബോർഷനായിട്ടുണ്ടായിരുന്നു. മൂത്തവന് ഡെലിവറിക്ക് ശേഷം 4 തവണ കൺസീവ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അബോർഷനായി. ഞാൻ 3 പ്രാവശ്യം IUI ചെയ്തിരുന്നു. ഇവിടുത്തെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ തന്നെയാണ് ചെയ്തത്. പക്ഷേ അതൊന്നും എനിക്ക് അതിലൂടെ കുഞ്ഞിനെ ലഭിച്ചിരുന്നില്ല. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ സ്കാനിങ് പറഞ്ഞു കുഞ്ഞുവാവയ്ക്ക് ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന്.
അങ്ങനെ അവിടുത്തെ ഇത് പ്രകാരം 3-ാം മാസം NT സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാൻ ഉണ്ട്. അതിപ്പോൾ എല്ലാ പ്രഗ്നൻ്റ് ആയ ലേഡീസും ചെയ്യുന്നതാണ്. അങ്ങനെ ആ സ്കാൻ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ഡൗൺ സിൻഡ്രോം ട്രൈസോമി 21 എന്ന് പറഞ്ഞൊരു ഇത് ജനറ്റിക് ഫാക്ടർ നിങ്ങൾക്ക് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഡൗൺ സിൻഡ്രോമത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൺഫർമേഷനായിട്ട് NIPT എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് ഒരു 99.6% എന്തോ പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അത് ചെയ്യാൻ പോയി. ചെയ്യുന്ന സമയത്തെല്ലാം ഞാൻ എപ്പോഴും കൃപാസനത്തിലെ പ്രാർത്ഥനയും എണ്ണയും എല്ലാം തേച്ചിട്ടാണ് ഞാൻ ടെസ്റ്റിന് പോയത്. ഫസ്റ്റത്തെ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് എന്ന് പറഞ്ഞ റിസൾട്ടാണ് വന്നത്. അത് അപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് റിസൾട്ട് ബ്ലഡിൻ്റെ എന്തെങ്കിലും അബ്നോർമാലിറ്റി കൊണ്ടായിരിക്കും ഇൻകൺക്ലൂസീവ് വന്നത്, റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഇതെനിക്ക് മാതാവ് തന്ന കുഞ്ഞാണ്, ഞങ്ങൾക്ക് ഇനി റിപ്പീറ്റൊന്നും ചെയ്യേണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞു ടെർമിനേഷൻ, പുറത്തുള്ള രാജ്യത്ത് ഇങ്ങനെയുള്ള കുട്ടികളെ വളർത്തുന്നതിനോടും അബോഷൻ അവിടെ ഒരു ലീഗലായി പ്രൊസീജിയർ ആയതുകൊണ്ടും അവർ പറഞ്ഞു ടെർമിനേഷനെ കുറിച്ച് സംസാരിക്കാം, ജനറ്റിക് കൗൺസിലിന് റെഫർ ചെയ്തു. അപ്പോൾ ജനറ്റിക് കൗൺസിലിനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ മാതാവ് തന്നതാണ്, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, ഏത് രീതിയിലായാലും ഞങ്ങൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് ഇനി ഒരു ടെസ്റ്റും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നും കുഞ്ഞുവാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിന് ബൈബിൾ വായിക്കുകയും ബൈബിൾ എഴുതുവാനും തുടങ്ങി. പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ 4 സുവിശേഷങ്ങൾ ഞാൻ ഈ ഗർഭകാലത്ത് മൊത്തം എഴുതി തീർക്കുകയും എല്ലാ ദിവസവും 5:30 പ്രാർത്ഥിക്കുകയും അടിവയറ്റിൽ തൈലം പൂശുകയും ഉപ്പ് തരിയായിട്ട് കഴിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഈ മെയ് 24-ാം തീയതി 2025 മെയ് 24-ാം തീയതി നല്ലൊരു ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ദൈവം തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ചെറുതും വലുതുമായി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാനിതിൽ നന്ദി പറയുന്നു. മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ പറയായിരുന്നു 2022 ഫെബ്രുവരി മാസത്തിൽ ഞാനിവിടെ കണ്ണീരോടുകൂടിയാണ് വന്നത്. ഇന്നിപ്പോൾ ഞാൻ സന്തോഷത്തോടുകൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരോടും പറയാറുള്ളത് നിങ്ങളുടെ കണ്ണീരുകൾ എല്ലാം മാതാവ് കാണുന്നുണ്ട്. അതെല്ലാം ഒരു ദിവസം എന്തായാലും ഈശോയുടെ പക്കലെത്തും. ആ കണ്ണീരിന് എന്തായാലും വിലയുണ്ടാവും. അപ്പം നിങ്ങൾ ധൈര്യപൂർവ്വം എല്ലാവരും ഈ മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഈശോയോട് മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭിച്ച നേടിത്തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞങ്ങൾ കാനഡയിലായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്യാറില്ല. നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് അമ്മ വഴിയാണ് ചെയ്യാറുള്ളത്. അമ്മ എല്ലാ 3 മാസം കൂടുമ്പോൾ ഇവിടെ വന്ന് പത്രം വായിക്കുകയും എല്ലാം അമ്മയുടെ ഉടമ്പടി പ്രകാരം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാനും ഇവിടെ അമ്മയ്ക്ക് ആവശ്യമായ കാരുണ്യ പ്രവർത്തിക്ക് ആവശ്യമായ എക്സ്ട്രാ പൈസയും കാര്യങ്ങളെല്ലാം ഞാൻ അയച്ചു കൊടുത്ത് ക്യാൻസർ രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് അമ്മ പോവാറുണ്ട്. അതിനാവശ്യമായ പൈസയും കാര്യങ്ങളെല്ലാം അമ്മ പറയുമ്പോൾ ഞാൻ പൈസ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പഠിക്കാൻ ആവശ്യമായി വിദ്യാഭ്യാസ സഹായം ഞാൻ നൽകാറുണ്ട്. പിന്നെ പത്രം അമ്മ എനിക്ക് ചില സമയത്ത് ഞാൻ ഓരോ കാര്യങ്ങൾ ഇവിടെ നിന്ന് അയക്കാൻ പറയുമ്പോൾ അമ്മ പത്രം എനിക്ക് ഇവിടെ നിന്ന് അയച്ചു തരാറുണ്ട്. എല്ലാത്തിനും ഈശോയോട് ഒരുപാട് നന്ദി പറയുന്നു.